നമസ്തേ. പകൽ സമയത്ത് ലഹരിക്കെതിരെ സന്ദേശം പ്രചരിപ്പിക്കും. രാത്രിയിലോ അതേ ലഹരിക്കച്ചവടം നടത്തും. തൊടുപുഴയിൽ കോടികളുടെ മയക്കുമരുന്നുമായി ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. പിടിയിലായ ഷിയാസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളും കൂടിയാണ്. തൊടുപുഴയിൽ മയക്കുമരുന്ന് ശേഖരവുമായി ഡിവൈഎഫ്ഐ നേതാവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻ LDF സ്ഥാനാർത്ഥിയുമായ TS ഷിയാസ് ഉൾപ്പെടെയുള്ള 4-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം ഡിവിഷനിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പിടിയിലായ ഈ ഷിയാസ്. ഇയാളിൽ നിന്നും 18 ഗ്രാം MDMAയും 10 ഗ്രാം വിദേശ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് കൗമാരക്കാരെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘകാലമായി ലഹരി വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഈ ഷിയാസ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ജാഥകൾക്കും പ്രചാരണ പരിപാടികൾക്കും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകിയ വ്യക്തിയിലാണ് ഈ ലഹരിക്കേസിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പകൽ സമയത്ത് ലഹരിക്കെതിരെ സന്ദേശം പ്രചരിപ്പിക്കുകയും രാത്രിയിൽ വൻതോതിൽ മയക്കുമരുന്ന് പോലുള്ള ലഹരി കച്ചവടം നടത്തുകയും ചെയ്ത ഇയാളുടെ ഇരട്ടത്താപ്പ് പ്രദേശവാസികളെയും രാഷ്ട്രീയ കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാവ് തന്നെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായത് CPM-നെയും ഇടതുമുന്നണിയെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇവരിനി എന്ത് ക്യാപ്സൂളാണ് ഇറക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അറിയാലോ, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ സജീവമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ ഉറവിടം എവിടെയാണെന്നും മുൻപ് ആർക്കൊക്കെയാണ് ഇവർ ഇത് വിതരണം ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുമൊക്കെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം സെക്രട്ടറിയായ ഷിയാസിന്റെ അറസ്റ്റോടെ ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ രാഷ്ട്രീയ എതിരാളികളും കോൺഗ്രസ് നേതൃത്വവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇപ്പം ഞാൻ പറയാം. കോൺഗ്രസ് അണികളോ ഭാരവാഹികളോ ഏതെങ്കിലും ലഹരി കേസുകളിൽ പെട്ടാൽ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും നേതൃത്വത്തിൽ വൻ പ്രചാരണങ്ങളും കടന്നാക്രമണങ്ങളുമാണ് പൊതുമധ്യത്തിൽ നടക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് പരിചയമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലഹരിയുമായി പിടിയിലായ വിഷയം അതിശക്തമായി ഉയർത്തി പ്രതിപക്ഷം വൻ ബഹളവും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് സഭയിൽ അഴിച്ചുവിട്ടത്. എന്നാൽ ഈ പ്രചരണങ്ങൾക്കും ബഹളങ്ങൾക്കും തിരിച്ചടി നൽകുന്ന ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഈ ഇടുക്കിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിയായ കേസ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച CPM-നും ഇടതുമുന്നണിക്കും വീണു കിട്ടിയ വലിയ തിരിച്ചടിയാണ് സ്വന്തം സ്ഥാനാർത്ഥിയുടെയും നേതാവിന്റെയും ഈ ലഹരി അറസ്റ്റ്. മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ സ്വന്തം സംഘടനയ്ക്കുള്ളിൽ ലഹരി മാഫിയ തഴച്ചു വളരുകയാണെന്ന കാര്യം CPM നേതൃത്വം മറന്നു പോവുകയാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ തന്നെ ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുമ്പോൾ CPM മാളത്തിലൊളിക്കുകയാണെന്നും വിമർശനമുയരുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയമില്ലെന്നും ലഹരിക്കാരെ എല്ലാം പൊക്കുമെന്നും കോൺഗ്രസ് പറയുകയാണ്. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് ലഹരി മാഫിയയുടെയും അഴിമതിക്കാരുടെയും കൂത്തരങ്ങായി മാറിയെന്ന് BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ യുവരാജ് ഗോകുൽ ആരോപിച്ചിരിക്കുകയാണ്. PSC അഴിമതിയും ലഹരി മാഫിയ സംഘങ്ങളുമായിട്ടുള്ള വഴിവിട്ട ബന്ധവും ഏറ്റുപറഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യുവമോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ പറവൂരിലെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്ത് ലഹരി മാഫിയകൾക്ക് സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നും യുവരാജ് ഗോകുൽ ആരോപിച്ചു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനിൽ ദിനേശ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള MM ഉല്ലാസ് കുമാർ, ഷാജി മുത്തേടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര, ജില്ലാ സെക്രട്ടറി അനിലയ അമൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ സുനിൽ ജോസഫ്, മണ്ഡലം പ്രസിഡന്റുമാരായ സിന്ധു നാരായണൻകുട്ടി, PC അശോകൻ, ഹരീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജിതിൻ നന്ദകുമാർ, IV ജഗദീഷ്, സംസ്ഥാന സമിതി അംഗം സോമൻ ആലപ്പാട്ട്, യുവമോർച്ച നേതാക്കളായ
വിഷ്ണു SG, അജിൽ വരിക്കാശ്ശേരി, ബിബിൻ രാജ്, വിഷ്ണു പറവൂർ, അനുരൂപ് AU, വിവേക് വരാപ്പുഴ, സിയോൺ സിത്തൻ, അഭിജിത്ത് കളമശ്ശേരി എന്നിവർ ഈ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നു. MK ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് 500 മീറ്ററിന് മുൻപ് ദേശീയപാതയിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഏറെ സമയം വാക്കേറ്റും ഉന്തും തള്ളുമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ, കേരളത്തിലെ ലഹരിക്കെതിരെ പോലീസിന്റെ നിർണായക നീക്കം. ഇനി ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിൽ ലഹരി ഉപയോഗവും വിതരണവും വ്യാപിക്കുന്നുവെന്ന ആശങ്ക ശക്തമാകുന്നതിനിടെയാണ് സംസ്ഥാന പോലീസ് ശക്തമായ നടപടികളുമായി രംഗത്തു വന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഹരി ശൃംഖലകളെ കണ്ടെത്താനും തകർക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പരിശോധനകളും അന്വേഷണങ്ങളുമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ശക്തമാക്കിയത്. ലഹരി വിൽപ്പനയുടെ പരമ്പരാഗത രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ഇടപാടുകൾ നടത്തുന്നതിന് പകരം സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഡെലിവറി സംവിധാനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഉപഭോക്താക്കളിലേക്ക് ലഹരി എത്തിക്കുന്ന രീതികളും അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ചെറിയ തോതിൽ ലഹരി കൈവശം വയ്ക്കുന്നവരിൽ നിന്ന് വലിയ വിതരണ ശൃംഖലകളിലേക്ക് അന്വേഷണം നീളുന്നതും ഇതിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് MDMA പോലുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും യുവാക്കൾക്കിടയിൽ വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുവാക്കൾക്കിടയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരുപാട് തവണ ആ വാർത്ത ചെയ്തിരുന്നു. 3 അധ്യാപികമാർ, കീർത്തന, കാവ്യ തുടങ്ങിയ അധ്യാപികമാർ ലഹരി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ലഹരി കച്ചവടം നടത്തുകയും ചെയ്തൊരു വാർത്ത. അതുപോലെ തന്നെ ദിനംപ്രതി ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുകയാണ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട ഇടങ്ങളിലും തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചുമൊക്കെ ലഹരി എത്തുന്നുണ്ടോ എന്നത് പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ ലഹരി കേസുകളിൽ പ്രതികളാകുന്ന സാഹചര്യവും ദിനംപ്രതി കൂടുകയാണ്. ഇത് അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംശയാസ്പദമായ ഇടപാടുകൾ, ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ, വിതരണക്കാർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ ശക്തമാകുന്നത്. ഒരു വ്യക്തിയെ പിടികൂടുന്നതിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കാതെ അയാൾക്ക് ലഹരി എവിടെ നിന്നാണ് ലഭിച്ചത്, ആരാണ് വിതരണം ചെയ്തത്, പണം എങ്ങനെയാണ് കൈമാറിയത്, ശൃംഖലയിൽ മറ്റാർക്കൊക്കെയാണ് ബന്ധമുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ വിതരണ ശൃംഖലകളെ പൂർണ്ണമായും കണ്ടെത്തി തകർക്കുക എന്നതാണ്. ഒരു കേസിലെ പ്രതിയെ പിടികൂടുന്നതിലൂടെ മാത്രം പ്രശ്നത്തിന് പരിഹാരമാകില്ല. വിതരണക്കാരിൽ നിന്ന് വലിയ ശൃംഖലയിലേക്ക് അന്വേഷണം എത്തിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും സ്ഥിരമായി നിരീക്ഷണം നടത്തുകയും വേണം. അത്തരത്തിൽ നിയമ നടപടികൾക്കൊപ്പം സമൂഹത്തിന്റെ ജാഗ്രതയും നിർണായകമാണ്. കുട്ടികളിലും യുവാക്കളിലും ഉണ്ടാകുന്ന പെരുമാറ്റ മാറ്റങ്ങൾ, സംശയാസ്പദമായ ഇടപാടുകൾ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട സൂചനകൾ എന്നിവ കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലെന്നും അത് കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണെന്നും തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ഓപ്പറേഷൻ തൂഫാൻ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് പിടിയിലാകുന്നവരുടെ എണ്ണത്തിൽ മാത്രം അളക്കാനാകില്ല. ലഹരി എത്തിക്കുന്ന ശൃംഖലയുടെ വേരുകളിലേക്ക് അന്വേഷണം എത്തുകയും യുവതലമുറയിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ പരീക്ഷണം. ലഹരിക്കെതിരായ ഈ നടപടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഒരു വാർത്ത, അത് മറന്നു പോകരുത്. പകൽ ലഹരിക്കെതിരെ പ്രകടനം നടത്തും, അല്ലെങ്കിൽ ലഹരിക്കെതിരെ ജാഥ നടത്തും, രാത്രി ലഹരി കച്ചവടം നടത്തും. അപ്പോൾ ആ ഒരു സഖാവിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ നടപടിയെക്കുറിച്ചും നിങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. ഈ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കണമോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.